രണ്ടാഴ്ച മുൻപ് വരെ, അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ നമ്മുടെ സംസ്ഥാനം 26,974 കോടി 13 ലക്ഷം രൂപ കടമെടുത്തു. അതായത് ഈ വർഷം നമുക്കെടുക്കാൻ കഴിയുന്ന കടം 45,042 കോടി 54 ലക്ഷം രൂപയാണെന്ന് കണ്ടു കഴിഞ്ഞതാണ്. അതിന്റെ 59.89% കേരളം കടമെടുത്തു. ആദ്യ 5 മാസം കൊണ്ട് തന്നെ 60% തൊട്ടടുത്തെത്തുകയും ചെയ്തു. അപ്പോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളോ? വലിയ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും 1 ലക്ഷം കോടിക്കടുത്ത് കടമെടുക്കാനുള്ള അനുവാദമുണ്ട്. കർണാടകയ്ക്ക് 96,428 കോടിയും തമിഴ്നാടിന് 1,06,963 കോടിയും. കേരളത്തിന് അനുവാദമുള്ളതിന്റെ 100%-ലധികം ഈ 2 സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാം. കേരളം 26,000 കോടിയാണ് ഇതുവരെ കടമെടുത്തത് എങ്കിൽ തമിഴ്നാട് 30,000 കോടി പിന്നിട്ടു. പക്ഷേ തമിഴ്നാടിന് ഇപ്പോഴും അനുവാദമുള്ളതിന്റെ 29% മാത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് കേരളത്തിന്റെ കടത്തിന്റെ കാര്യത്തിലുള്ള പരിമിതി. നമുക്ക് ജനസംഖ്യ കുറവാണ്, ഉൽപാദനത്തിലെ കുറവുമുണ്ട്, ചെറിയ സംസ്ഥാനമാണ് എന്നതിനാലുള്ള പരാധീനതകൾ വേറെയുമുണ്ട്. സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട്, അത് കേന്ദ്രത്തിൽ നിന്നല്ല, പൊതുവിപണിയിൽ നിന്നാണ്. കടമെടുപ്പ് പരിധിയിൽ ഇനി ശേഷിക്കുന്നത് 40% തുക മാത്രവുമാണ്. അപ്പോ കേരളത്തിന് വരുമാനം എങ്ങനെ?